ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SLC ബയോളജി ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ SCERT പബ്ലിഷ് ചെയ്ത ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വേണം. ബിയും സിയും ഒക്കെ ഇതുപോലെ ഡിസ്കഷനായിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്ബാക്കാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. ഓക്കെ, വിവിധ RNAകളുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായി രേഖപ്പെടുത്തിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 3 RNAകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ABC എന്നിങ്ങനെ 3 RNAകൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ഉണ്ട്. എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല, നമുക്ക് ആൻസർ മാത്രം പറയാം. എ എന്ന് പറയുന്ന RNA നോക്കിയേ, അതെന്ത് RNA ആണ്? mRNA അല്ലേ മക്കളെ? രണ്ടാമത്തെ ആളാരാന്ന്? tRNA അല്ലേ? മൂന്നാമത്തെ ആളാരാന്ന്? റൈബോസോമിനകത്തുള്ള RNA അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് mRNA, B tRNA, C ഏതാണ്? rRNA, റൈബോസോമൽ RNA. അപ്പോൾ കിട്ടിയല്ലോ, ഒന്നാമത്തെ ആൻസർ ഏതാണ്? സി ആണ്. തന്നിരിക്കുന്ന RNAകൾ കൃത്യമായി മനസ്സിലായല്ലോ. എ എന്ന് പറയുന്നത് mRNA, B tRNA, C rRNA അഥവാ റൈബോസോമൽ RNA. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ 1 മാർക്ക് കിട്ടണം. 2, മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻസ് നോക്കാം. ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ആസ്ട്രോസൈറ്റ്, ഷ്വാൻ കോശം. മക്കളെ ഓപ്ഷൻ ഇനി വായിക്കുന്നില്ല കേട്ടോ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ തന്നിരിക്കുന്നതിൽ 2 ഉത്തരങ്ങളുണ്ട്. ഒലിഗോഡെൻഡ്രോസൈറ്റും ശരിയാണ്, ഷ്വാൻ കോശവും ശരിയാണ്. അപ്പോൾ ഒലിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ കോശങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏതെഴുതിയാലും ഇതിനകത്ത് നിങ്ങൾക്ക് ആ 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒലിഗോഡെൻഡ്രോസൈറ്റ്, ഷ്വാൻ കോശങ്ങൾ. അടുത്തത് 3ാമത്തെ ചോദ്യം. കോളം എയിലെ വിവരങ്ങൾ കോളം ബിയിലെ വിവരങ്ങളുമായി ചേർത്തതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. എ എന്ന കോളത്തിൽ ജീവികളെ കൊടുത്തിരിക്കുന്നു, ബി എന്ന കോളത്തിൽ സംവേദന സംവിധാനങ്ങളെ കൊടുത്തിരിക്കുന്നു. ഷഡ്പദങ്ങൾ പാമ്പ്, യൂഗ്ലീന. അതേസമയം ജേക്കബ്സൺ ഓർഗൻ, ഐസ്പോട്ട്, ഐക്കോലൊക്കേഷൻ, ഒമാറ്റിഡിയ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് ഉത്തരം കിട്ടും. മക്കളെ, ഷഡ്പദങ്ങളുടെ കേസിൽ അതിൻ്റെ സംവേദന സംവിധാനം ഏതാണ്? ഒമാറ്റിഡിയ. കുറേ കുഞ്ഞു കുഞ്ഞു കണ്ണുകളില്ലേ അവരിൽ, അതാണ് ഇത് ഒമാറ്റിഡിയ. അപ്പോൾ പി എന്ന് പറയുന്നത് 4th one ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പി എന്ന് പറയുന്നത് 4th one വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. പക്ഷെ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. പി എന്നത് 4th one വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആദ്യത്തെ എയും സിയും നമുക്കങ്ങ് ഒഴിവാക്കാം. ബിയും ഡിയും മാത്രം നോക്കിയാൽ മതി. അടുത്ത ആളെ നമുക്ക്. പാമ്പ്, ക്യൂ എന്ന ഓപ്ഷൻ. ക്യൂ എന്നത് പാമ്പിൻ്റെ കേസിലെ സെൻസ് ഓർഗൻ ഏതാണ്? പാമ്പിൻ്റെ കേസിലെ സെൻസ് ഓർഗൻ ജേക്കബ്സൺ ഓർഗൻ ആണ്. അപ്പോൾ പാമ്പ് ജേക്കബ്സൺ ഓർഗൻ, യൂഗ്ലീന ഐസ്പോട്ട്. അപ്പോൾ ഷഡ്പദങ്ങൾ ഒമാറ്റിഡിയ, പാമ്പ് ജേക്കബ്സൺ ഓർഗൻ, യൂഗ്ലീന ഐസ്പോട്ട്. ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അത് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് മാർക്ക് കിട്ടും. ടോട്ടൽ നമ്മുടെ കയ്യിൽ 3 മാർക്ക് ഇരിക്കും. അടുത്ത ചോദ്യം 4ാമത്തെ ക്വസ്റ്റ്യൻ. വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഡയറക്റ്റ് ഉത്തരം നോക്കാം. ഓപ്ഷൻ നിങ്ങൾ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ എന്നിവയാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂള്, രോമകോശങ്ങൾ. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. കോശങ്ങളിൽ നടക്കുന്ന പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയുടെ ഒരു ഘട്ടത്തിൻ്റെ ചിത്രീകരണം തന്നിരിക്കുന്നു. അത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മക്കളെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയുടെ ഒരു ഘട്ടമാണ് തന്നിരിക്കുന്നത്. അത് നിരീക്ഷിച്ചിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. നോക്കാം. ഓപ്ഷൻ എ അല്ല, 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിലെ ഈ ഘട്ടം ഏത്? ഈ ഘട്ടം ഏതാണ്? അതായത് പ്രോട്ടീൻ നിർമ്മിക്കുന്ന ഈ ഘട്ടം. ദാ നോക്കി, mRNA വന്ന ഈ ഘട്ടം അല്ലേ, ഇത് ഏത് ഘട്ടം എന്നാണ് ചോദ്യം. ഉത്തരം
ട്രാൻസ്ക്രിപ്ഷൻ. താഴെ കൊടുത്തിട്ടുണ്ട് ടീച്ചറെ, ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിലെ ഈ ഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ. അടുത്തത്, പ്രോട്ടീൻ നിർമ്മാണത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ച തന്മാത്രയുടെ പങ്ക് എന്താണ് ആ തന്മാത്ര? എന്താണ് അല്ലേ? ഈ ചോദ്യം എന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ച തന്മാത്രയുടെ പങ്ക് എക്സ് എന്ന് പറയുന്നത് mRNA ആണ്. ഈ mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിലെ mRNAയുടെ ഡ്യൂട്ടി എന്താണ്? ഇതിനകത്ത് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് mRNA മെസ്സഞ്ചർ RNA എന്നറിയപ്പെടുന്നത്. mRNA എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മെസ്സഞ്ചർ RNA എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ആറാമത്തെ ചോദ്യം ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 6A, കാരണം എഴുതുക. എ ക്വസ്റ്റ്യൻ, വർണ്ണാന്തത പുരുഷന്മാരെ കൂടുതലായി ബാധിക്കുന്നു. കാരണം എന്താണ്? വർണ്ണാന്തതയ്ക്ക് കാരണമാകുന്ന തകരാറുള്ള ജീൻ എക്സ് ക്രോമസോമിലാണുള്ളത്. പുരുഷന്മാർക്ക് ആകെ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ് ക്രോമസോമിൽ വർണ്ണാന്തതയ്ക്ക് കാരണമാകുന്ന ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് വർണ്ണാന്തത ഉണ്ടാകും. തകരാറുള്ള ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് വർണ്ണാന്തത ഉണ്ടാകും. അപ്പോൾ വർണ്ണാന്തത പുരുഷന്മാരെ കൂടുതലായി ബാധിക്കുന്നു, കാരണം അവരിൽ ഒറ്റ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അടുത്തത് ബി ക്വസ്റ്റ്യൻ, കോശങ്ങൾ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നു. ഉത്തരം നോക്കാം. പ്രകാശത്തിൻ്റെ തീവ്രതയെയും തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 കോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വർണ്ണക്കാഴ്ച സാധ്യമാകുന്നു. അപ്പോൾ കോശങ്ങളാണ് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്. 3 തരത്തിലുള്ള കോശങ്ങളുണ്ട്. അവ പല അനുപാതത്തിൽ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. അപ്പോൾ വർണ്ണക്കാഴ്ച സാധ്യമാകുന്നു. കിട്ടിയല്ലോ. ഇനി 6ലെ ബി ക്വസ്റ്റ്യൻ. ഇത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. നിങ്ങൾക്ക് ഏത് നന്നായി അറിയാമോ അത് ചെയ്യുക. കണ്ണിലെ 2 ദ്രവങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ, ജലസദൃശ്യമായ ദ്രവം. ബി, ജെല്ലി പോലുള്ള ദ്രവം. ഒന്നാമത്തെ ചോദ്യം, എ, ബി എന്നീ ദ്രവങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതുക. എ എന്ന് പറയുന്നത് അക്വസ് ദ്രവമാണ്. ബി എന്ന് പറയുന്നത് വിട്രിയസ് ദ്രവമാണ്. ജലസദൃശ്യമായത് അക്വസും ജെല്ലി പോലെയുള്ളത് വിട്രിയസുമാണ്. ഇനി ഇതിൻ്റെ ധർമ്മം എന്നതാണ് ബി ക്വസ്റ്റ്യൻ. അതായത് അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം, ഒന്നാമത്തത് അക്വസറയിലെ മർദ്ദം ക്രമീകരിക്കും. ലെൻസിനും കോർണിയക്കും പോഷകവും ഓക്സിജനും കൊടുക്കും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഒരു മാർക്കേ ഉള്ളൂ. അക്വസറയിലെ മർദ്ദം ക്രമീകരിക്കുന്നു, ലെൻസിനും കോർണിയക്കും പോഷകവും ഓക്സിജനും കൊടുക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ വിട്രിയസ് ദ്രവം. വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നു. നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നു എന്നതാണ്. കിട്ടിയല്ലോ, സെറ്റായല്ലോ. അടുത്തത് 7ാമത്തെ ചോദ്യം, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പോസ്റ്റർ നിരീക്ഷിച്ച് ചോദ്യത്തിന് ഉത്തരമെഴുതുക. ഓക്കെ, ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ആണ് സാധനം. രോഗങ്ങൾക്കെതിരെ പോരാടാൻ വാക്സിനെ ആയുധമാക്കൂ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, വാക്സിൻ എങ്ങനെയാണ് രോഗങ്ങൾക്കെതിരെ പോരാടാൻ ആയുധമാകുന്നത് എന്നതാണ്. ഉത്തരം നോക്കാം. വാക്സിനുകൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കിട്ടിയല്ലോ, കൂടുതലൊന്നും പറയാനില്ലേ. അപ്പോൾ വാക്സിനുകൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും രോഗകാരികൾക്കെതിരെ പോരാടാൻ ആവശ്യമായിട്ടുള്ള ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കിട്ടിയല്ലോ. അടുത്തത് 8ാമത്തെ ചോദ്യം. ഇത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഏത് കൃത്യമായി അറിയാമോ അത് എഴുതിയാൽ മതി. ചോദ്യം നോക്കാം. ഒരു രോഗത്തെക്കുറിച്ച് തന്നിട്ടുള്ള സൂചകങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. കൊതുക് ജന്യരോഗം, രോഗബാധയുള്ള ശരീരഭാഗം വീങ്ങുന്നു. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിത്രം വന്നിട്ടുണ്ടാവും, മന്തിൻ്റെ ചിത്രം അല്ലേ. അപ്പോൾ രോഗമേത്, രോഗം പരത്തുന്ന കൊതുക് ഏത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രോഗം മന്ത്, രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? രോഗം പരത്തുന്ന കൊതുക് ക്യൂലെക്സ് കൊതുകാണ്. രോഗം പരത്തുന്ന കൊതുക് ക്യൂലെക്സ് കൊതുക്.
ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, രോഗബാധയുള്ള ശരീരഭാഗം വീങ്ങുന്നത് എന്തുകൊണ്ട്? മന്ത് വന്നാൽ ആ ഭാഗം വീങ്ങാനുള്ള കാരണം എന്ത്? അപ്പം നമുക്ക് നോക്കാം. ഫൈലേറിയൽ വിരകൾ ലിംഫ് വാഹികളിൽ തങ്ങി നിന്ന് ലിംഫിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ശരീരഭാഗങ്ങൾ അമിതമായി വീങ്ങി വലുതാകുന്നത്. റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ റിപ്പീറ്റ് അടിച്ചൊന്ന് കാണുക കേട്ടോ. ടൈം വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണേ. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 8 ബി ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒന്നിന് ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 8 ബി ക്വസ്റ്റ്യൻ, ഒരു രോഗത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ എന്താണ്? അല്ലേ, വ്യാപിക്കുന്ന അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ രോഗം മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെ? ഇത് കണ്ടപ്പോൾ തന്നെ, ക്ലൂ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് രോഗം മനസ്സിലാകണേ. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ. ഏത് രോഗമാണത്? ക്യാൻസറാണ് അല്ലേ? അപ്പോൾ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാത്തൊരു കുട്ടിക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈ രോഗം മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെയാണ്? ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നു. ബി ക്വസ്റ്റ്യൻ, ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി. ഏതെങ്കിലും 2 പോയിന്റ്, കൃത്യമായ 2 പോയിന്റ് എഴുതിയാൽ മതി. അതാണ് ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ. ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി എന്നിവ. ഏതെങ്കിലും 2 എഴുതുക മക്കളെ. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. 8 2 ക്വസ്റ്റ്യനും എയും ബിയും എളുപ്പമാണ്. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഈസി എന്നുള്ളതിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ക്വസ്റ്റ്യൻ, DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ എങ്ങനെയാണ് വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നത്? അതായത് DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ എങ്ങനെയാണ് വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം അല്ലേ? അതിൻ്റെ ആൻസർ നോക്കാം. വിരലടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഈ സവിശേഷത വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. കിട്ടിയല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ, ഈ സാങ്കേതിക വിദ്യയുടെ മറ്റ് 2 ഉപയോഗങ്ങൾ എഴുതുക. കൊടുത്തിരിക്കുന്നത് കുറ്റവാളികളെ തിരിച്ചറിയാൻ, ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാൻ, പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം നിർണ്ണയിക്കാൻ, ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാൻ, അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാൻ എന്നിവയ്ക്കൊക്കെ എന്തുപയോഗിക്കുന്നു? നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതുക. കുറ്റവാളികളെ തിരിച്ചറിയാൻ, ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും, പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം നിർണ്ണയിക്കാൻ, ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാൻ, അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാൻ. ഇതൊക്കെ DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. കിട്ടിയല്ലോ. അടുത്തത് 10ാമത്തെ ചോദ്യം. 10 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. ഓക്കെ, അതിൽ 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ആണ്. എയോ ബിയോ നിങ്ങൾക്ക് ഏതാണോ വൃത്തിയായിട്ട് അറിയുന്നത് അത് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രിഗർ മെൻഡൽ നടത്തിയ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. കൃത്യമായി ചോദ്യം മനസ്സിലാക്കണം. മാതൃസസ്യങ്ങൾ തന്നിരിക്കുന്നു. ക്യാപിറ്റൽ ജി അതുപോലെ സ്മോൾ ജി. ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള ഫലമാണ്. സ്മോൾ ജി എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള ഫലമാണ്. 1ാം തലമുറയും ബീജകോശങ്ങളും തന്നിട്ടുണ്ട്. ബീജകോശം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ജിയും അപ്പുറത്ത് സ്മോൾ ജിയും മാത്രം. F1 എന്ന് കൊടുത്തിരിക്കുന്നു. F1ലെ ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതുക എന്നുള്ളതാണ് 1ാമത്തെ ചോദ്യം. അടുത്തത് F1ന്റെ സ്വപരാഗണം ചിത്രീകരിക്കുക. അതായത് F2 ജനറേഷൻ കണ്ടുപിടിക്കുക.
ഇങ്ങനെയാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കിയാലോ. F1 ജനറേഷൻ കണ്ടെത്തണം, അതിൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും എഴുതണം. നോക്കിയേ, F1ൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് പച്ചയായിരിക്കും. കാരണം എന്താ, ക്യാപിറ്റൽ ജി എന്ന് പറയുമ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടറാണ് അല്ലേ, അതായത് പ്രകട ഗുണമാണ്. അപ്പോൾ പ്രകട ഗുണമാണ് ഒന്നാം തലമുറയിൽ പ്രകടിപ്പിക്കുന്ന ഗുണം. അപ്പോൾ പച്ചയാണ് അതിൻ്റെ ഫീനോടൈപ്പ്. ഇനി എന്തായിരിക്കും ജീനോടൈപ്പ്? ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ് അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ F2 കണ്ടുപിടിക്കുക, അതായത് F1ൻ്റെ സ്വപരാഗണം ചിത്രീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ജി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ജി സ്മോൾ ജി കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സ്വപരാഗണം നടത്തണം. പച്ചനിറമുള്ള ഫലത്തിനെ പച്ചനിറമുള്ള ഫലമുള്ള ചെടിയായിട്ട് തന്നെ ക്രോസ് പോളിനേഷൻ നടത്തണം, അതായത് സ്വപരാഗണം നടത്തണം. അപ്പോൾ സ്വപരാഗണം നടത്തണം, ക്രോസ് പോളിനേഷൻ അല്ല, സെൽഫ് പോളിനേഷൻ നടത്തണം കേട്ടോ. ടീച്ചർ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. സെൽഫ് പോളിനേഷൻ നടത്തണം, സ്വപരാഗണം നടത്തണം. അപ്പോൾ ഇവിടെ സാധ്യതയുള്ള ഗ്യാമീറ്റുകൾ കിട്ടിയിരിക്കുന്നു. ക്യാപിറ്റൽ ജി, അപ്പുറത്തുനിന്നും ക്യാപിറ്റൽ ജി, രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ജി പച്ച, ക്യാപിറ്റൽ ജി പച്ച, ക്യാപിറ്റൽ ജി പച്ച, അങ്ങനത്തെ രണ്ടെണ്ണം പ്ലസ് സ്മോൾ ജി മഞ്ഞ. അതായത് പച്ചയും മഞ്ഞയും 3:1 എന്ന അനുപാതത്തിൽ കിട്ടും. ഇതുപോലെ കിട്ടണം. ഓക്കെ, ഈ രീതിയിൽ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ കിട്ടുള്ളൂ. മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് പഠിച്ചു വെക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ. പയറുചെടിയുടെ ഉയരം, ഫലത്തിൻ്റെ നിറം എന്നിവ പരിഗണിച്ച് നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസ് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. നോക്കിക്കോളൂ, ക്യാപിറ്റൽ ജി അതായത് ഉയരം കൂടിയ പച്ച നിറത്തിലുള്ള ഫലമുള്ള ചെടി. സ്മോൾ ജി ഉയരം കുറവ് മഞ്ഞ നിറത്തിലുള്ള ഫലമുള്ള ചെടി. രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്യിച്ചു. ഇവിടെ നിന്ന് ആദ്യത്തെ കേസിലുള്ള ഗ്യാമീറ്റ് എന്ന് പറയുന്നത്, ബീജകോശങ്ങൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ജിയും. രണ്ടാമത്തെ കേസിൽ സ്മോൾ ജിയും പിന്നെ F1 എന്ന് കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് ചിത്രീകരണം. ഇനി എന്താണ് ചോദ്യം? F1ലെ ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതുക. നേരത്തെ അപ്പുറം കണ്ട പോലെ. എന്താണ് F1ലെ ഫീനോടൈപ്പ്? ഉയരം കൂടിയ പച്ച നിറത്തിലുള്ള ഫലമായിരിക്കും ഫീനോടൈപ്പ്. നമുക്ക് ആൻസർ നോക്കാം. എന്താണ്? ഉയരം കൂടിയ പച്ച നിറത്തിലുള്ള ഫലമുള്ള ചെടിയാണ് F1. രണ്ടാമത്തെ ചോദ്യം എന്താണ്? F1 തലമുറയുടെ സ്വപരാഗണം നടത്തുമ്പോൾ മാതൃസസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി F2 തലമുറയിൽ ഉണ്ടാകുന്ന പുതിയ ഗുണങ്ങൾ ഏവ? അല്ലേ, F1 തലമുറ സ്വപരാഗണം നടത്തുന്ന സമയത്ത് മാതൃസസ്യങ്ങളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് F2 തലമുറയിൽ ഉണ്ടാകുന്ന പുതിയ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ബിയുടെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉയരം കൂടിയത് മഞ്ഞ നിറത്തിലുള്ള ഫലമുള്ള ചെടി, അതുപോലെ ഉയരം കുറഞ്ഞത് പച്ച നിറത്തിലുള്ള ഫലമുള്ള ചെടി. ഇങ്ങനെ 2 പുതിയ ഗുണങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് സിമ്പിളായി കിട്ടും. ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തത് സി ക്വസ്റ്റ്യൻ. F2 തലമുറയിൽ പുതിയ ഗുണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ത്? പുതിയ ഗുണങ്ങൾ F2 തലമുറയിൽ ഉണ്ടാകാനുള്ള കാരണം എന്ത്? 2 അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. 2 അതിലധികമോ സ്വഭാവങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം: ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല. അവ സെപ്പറേറ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ടാണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇത്രയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആ പ്രോബ്ലം കൂടി അവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ കൃത്യമായി പ്രോബ്ലം ചെയ്തിട്ട് താഴെ ABC എന്ന് പറഞ്ഞ് ആൻസർ എടുത്ത് എഴുതിയാൽ മതി. എന്നാൽ തെറ്റാതെ കിട്ടും. അല്ലാതെ ഡയറക്റ്റ്ലി നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നേക്കാം. പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം. ആ ഭാഗത്തെ മാർക്ക് ഒരു 1/2 മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവുകയില്ല. ഓക്കെ, ഇപ്പോൾ 10ാമത്തെ ചോദ്യം ക്ലിയർ ആണല്ലോ. അടുത്തത് 11. തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. വ്യതിയാനങ്ങളാണ് സ്പീഷിയേഷനിലേക്ക് നയിക്കുന്നത്.
എന്താണ് സ്പീസിയേഷൻ? ഒരു പൊതുപൂർവികനിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ. ഓക്കെ, പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് സ്പീഷിയേഷൻ. ദെൻ വ്യതിയാനങ്ങൾക്ക് കാരണമെന്ത്? എങ്ങനെയാണ് പുതിയൊരു ഒരു തലമുറയിൽ പെട്ടെന്ന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം എന്താ? പാരിസ്ഥിതിക ഘടകങ്ങൾ, മ്യൂട്ടേഷൻ, പ്രകൃതി നിർദ്ധാരണം, അതുപോലെ ജനിതക പുനഃസംയോജനം. പാരിസ്ഥിതിക ഘടകങ്ങൾ മ്യൂട്ടേഷൻ വഴി, അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം വഴി, ജനിതക പുനഃസംയോജനം വഴി, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലേതെങ്കിലും 2 പോയിന്റ് എഴുതുക. വ്യതിയാനങ്ങൾ എങ്ങനെയാണ് സ്പീഷിയേഷനിലേക്ക് നയിക്കുന്നത്? സി ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറുന്നു. കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പുതിയ ജീവിവർഗമായി മാറുന്നു. അനുകൂല വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പുതിയൊരു ജീവിവർഗമായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ തന്നെ വേർഡ്സിൽ എഴുതിയാലും മതി. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 12ാമത്തെ ചോദ്യം. കണ്ണിൻ്റെ ചിത്രം പകർത്തി വരച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം തന്നിരിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്കുണ്ട്. ആവശ്യമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ട്രേസ് എടുക്കുക. ഓക്കെ, ചിത്രം വരച്ച് കുളമാക്കരുത്. വരക്കാൻ അറിയുന്നവർ വരക്കുക തന്നെ ചെയ്യുക. അല്ലാത്തവർ സമയം ലാഭിക്കാൻ വളരെ പെട്ടെന്നൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ട്രേസ് എടുത്തിട്ട് ഇമേജ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ചെയ്യരുത്, ചിത്രം വരച്ച് കളയരുത്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ, ബി എന്നീ ഭാഗങ്ങളുടെ പേരെഴുതുക. എയും ബിയും എന്താണ് എന്നാണ് ചോദ്യം. എ സീലിയറി പേശികളാണ്, ബി അന്ധബിന്ദുവാണ്. എ സീലിയറി പേശി, ബി അന്ധബിന്ദു. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എ എന്ന ഭാഗം, അതായത് സീലിയറി പേശി, ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നത് എങ്ങനെ? അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എ എന്ന ഭാഗം, അതായത് സീലിയറി പേശികൾ, ലെൻസിന്റെ വക്രത എങ്ങനെ ക്രമീകരിക്കുന്നു? ആൻസർ പറയട്ടെ. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, ലിഗമെന്റുകൾ അയയുന്നു, അങ്ങനെ ലെൻസിന്റെ വക്രത കൂടുന്നു. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, ലിഗമെന്റുകൾ അയയുന്നു, ലെൻസിന്റെ വക്രത കൂടുന്നു. ഇങ്ങനെയാണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കപ്പെടുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുക, ദൂരെയുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ച് കൊളാക്കരുത്. ഏതെങ്കിലും ഒന്ന് കൃത്യമായി പഠിച്ച് അത് എഴുതുക. മറ്റേത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് ഓർത്ത് വെച്ച് അത് അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. അടുത്തത് 13ാമത്തെ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനു മുന്നേ നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ കണ്ട ചോദ്യമാണ്. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ്? ഫാഗോസൈറ്റോസിസിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണേ. അപ്പോൾ 1ാമത്തെ ചോദ്യം, ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏത്? ഇപ്പം തന്നെ ഉത്തരം കിട്ടി, ഫാഗോസൈറ്റോസിസ്. ബി ക്വസ്റ്റ്യൻ, ഈ പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചിത്രീകരിക്കുക. നോക്കാം നമുക്ക് ആൻസർ. ഫാഗോസൈറ്റ് രോഗാണുവിന് സമീപത്തെത്തുന്നു. ഗ്രാഹികളുടെ സഹായത്താൽ രോഗാണുവിനെ പിടികൂടി അകത്താക്കുകയും ഫാഗോസോം രൂപപ്പെടുകയും ചെയ്യും. ലൈസോസോം ഫാഗോസോമുമായി കൂടിച്ചേർന്ന് ഫാഗോലൈസോസോം രൂപപ്പെടുത്തും. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുവിനെ നശിപ്പിക്കുന്നു, അവശിഷ്ടങ്ങൾ പുറന്തള്ളിക്കളയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ റിപ്പീറ്റ് അടിച്ചൊന്ന് കേൾക്കുക. ഓക്കെ, സെറ്റാണല്ലോ? അപ്പം 13ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയി. അടുത്തത് 14. ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഉണ്ട്. നന്നായിട്ട് അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് എ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, അതായത് പ്രസ്താവനകൾ ഇതാണ്. പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ സംഭരിക്കുന്നു. ജലത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ജലത്തിലെ എന്നുള്ളത് ജലത്തിൻ്റെ എന്ന് തിരുത്തി വായിക്കുക. അപ്പോൾ ടീച്ചർ വായിച്ചതാണ് തെറ്റേ, ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു എന്നതാണ് 2ാമത്തെ പോയിന്റ്. പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ സംഭരിക്കുന്നു, ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് രണ്ടുമാണ് പ്രസ്താവനകൾ. ടീച്ചർ ആദ്യം വായിച്ച തെറ്റാണ്, എൻ്റെ മക്കളത് തിരുത്തി വായിക്കുക. എ ക്വസ്റ്റ്യൻ, ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഹോർമോൺ ഏത്?
ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയിൽ നിന്നാണ്? ഉത്തരം ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ ആണ്. ADH ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. ഇനി ഏത് ഗ്രന്ഥിയിൽ നിന്നാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൈപ്പോതലാമസ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മാത്രം ഉത്തരം എഴുതിയിട്ട് അവിടെ നിർത്തരുതേ. അതിൻ്റെ ബാക്കിയായിട്ട് ഒരു ചോദ്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയിൽ നിന്നാണ്? പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കാണൂല. ആദ്യത്തെ മാത്രം ഉത്തരം എഴുതിയിട്ട് അങ്ങ് വിടും. രണ്ടാമത്തെ ചോദ്യം കാണണം, ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയിൽ നിന്നാണ്? ഉത്തരം ഹൈപ്പോതലാമസ്. ഇത് രണ്ടും എഴുതിയാലേ ഒരു മാർക്ക് കിട്ടൂലൂ. അപ്പോൾ കൃത്യമായിട്ട് എഴുതുക. ഇനി ബി ക്വസ്റ്റ്യൻ. വേനൽക്കാലത്തും ശൈത്യകാലത്തും ഈ ഹോർമോൺ ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് എങ്ങനെ? നോക്കാം നമുക്ക്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നു. ഇത് വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി മൂത്രത്തിന്റെ ഉൽപാദനം കുറയുന്നു. ശൈത്യകാലത്തോ വാസോപ്രസിന്റെ സ്രവണം കുറയുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം കൂടുകയും ചെയ്യുന്നു. തൽഫലമായി മൂത്രത്തിന്റെ ഉൽപാദനം കൂടുന്നു. ക്ലിയർ ആണോ? വേനൽക്കാലത്ത് എന്താ സംഭവിക്കുക? വാസോപ്രസിൻ ധാരാളം ഉണ്ടായി, വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം വർദ്ധിപ്പിച്ചു, തൽഫലമായി മൂത്രത്തിന്റെ ഉൽപാദനം കുറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? ശൈത്യകാലത്ത് വാസോപ്രസിന്റെ സ്രവണം കുറഞ്ഞു, അതായത് വാസോപ്രസിൻ ഉണ്ടാവുന്നത് കുറഞ്ഞു, വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണവും കുറഞ്ഞു. അതിന്റെ ഫലമായിട്ട് മൂത്രത്തിന്റെ ഉൽപാദനം കൂടി. ടീച്ചർ ആദ്യം പറഞ്ഞാൽ മാറിപ്പോയിട്ടില്ല എന്ന് കരുതുന്നേ, ഒന്ന് നോക്കണം കേട്ടോ അത്. അപ്പൊ ശൈത്യകാലത്ത് എന്താ സംഭവിക്കുന്നത്? വാസോപ്രസിൻ കുറഞ്ഞു, അപ്പൊ ജലത്തിന്റെ പുനരാകിരണം കുറഞ്ഞു, അതിന്റെ ഫലമായിട്ട് മൂത്രം കൂടി. സംഭവം സെറ്റായോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം 14 ബി ക്വസ്റ്റ്യൻ. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ എയോ അല്ലെങ്കിൽ ബിയോ എഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹോർമോൺ തകരാറുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. വളർച്ചാ ഹോർമോണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വളർച്ചാ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. ഹോർമോൺ തകരാറുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് കേട്ടോ. അപ്പോൾ 1 വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 2 വളർച്ചാ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. എ ക്വസ്റ്റ്യൻ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഹോർമോൺ തകരാറുകൾ ഏതൊക്കെ? വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇത് വളർച്ചാ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഏതൊക്കെയാണ്? വാമനത്വവും ഭീമാകാരത്വവും. ഓരോന്നിൻ്റെയും കാരണം, ലക്ഷണം എന്നിവ എഴുതുക. കാരണവും എഴുതണം, ലക്ഷണവും എഴുതണം. നമുക്ക് നോക്കാം. ആദ്യത്തേത് വാമനത്വം. എന്താണ് കാരണം? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കുറയുന്നു. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കുറയുന്നതാണ് കാരണം. ഇനി എന്തൊക്കെ ലക്ഷണങ്ങൾ? ശരീര വളർച്ച മുരടിച്ചു പോകുന്നു. അടുത്തത് ഭീമാകാരത്വം. അതിൻ്റെ കാരണം വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കൂടുന്നത്. അമിതമായ ശരീര വളർച്ചയാണ് ലക്ഷണം. കിട്ടിയല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണയെങ്കിലും കൃത്യമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു തവണ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. അപ്പോൾ അത്രയും ഈസി ക്വസ്റ്റ്യൻസ് നമ്മുടെ പേപ്പറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നിങ്ങൾ ബയോളജി ഒരു ബാലികറാമലയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനേ പാടില്ല. നിങ്ങൾക്ക് കിട്ടും വളരെ ഈസി ആയിട്ട്. പലരും പറഞ്ഞു ബയോളജിയാണ് ഏറ്റവും ടഫ് എന്ന്. പക്ഷേ അങ്ങനെയല്ല മക്കളെ, നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ച് നമുക്കിത് സെറ്റാക്കാം. ഓക്കെ. ഒരു കാര്യം കൂടി അതിന് മുന്നേ പറഞ്ഞോട്ടെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഇനി അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. ഒരു സാങ്കേതിക വിദ്യയുടെ പ്രധാന ഘട്ടത്തിൻ്റെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു സാങ്കേതിക വിദ്യയുടെ പ്രധാന ഘട്ടം അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. എ ചോദ്യം. ഏത് സാങ്കേതിക വിദ്യയുടെ ഘട്ടമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഫിഗർ ആണ്. ഏത് സാങ്കേതിക വിദ്യയുടെ ഘട്ടമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ആൻസർ ക്രിസ്പർ സാങ്കേതിക വിദ്യ. ഏത് സാങ്കേതിക വിദ്യയാണ്? ക്രിസ്പർ സാങ്കേതിക വിദ്യ. ബി ക്വസ്റ്റ്യൻ. എക്സ് എന്ന് സൂചിപ്പിച്ച ഭാഗം ഏത്? ഇത് ഉപയോഗിക്കുന്ന ഘട്ടം ഏത്? ഏതാണ് ആ കൊടുത്തിരിക്കുന്നതിൽ എക്സ്? അത് ഉപയോഗിക്കുന്ന ഘട്ടം ഏത്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് gRNA ആണ്, അതായത് ഗൈഡ് RNA. എന്താണ് അതിൻ്റെ ഘട്ടം? അത് ഉപയോഗിക്കുന്ന ഘട്ടം ഏതാണ്? ലക്ഷ്യഭാഗം തിരിച്ചറിയാനാണ് gRNA ഉപയോഗിക്കുന്നത്, അഥവാ ഗൈഡ് RNA ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. Y എന്ന് സൂചിപ്പിച്ച ഭാഗം ഏത്?
അതിൻ്റെ ധർമ്മം എന്ത്? എന്താണ് വൈ? അതിൻ്റെ ധർമ്മം എന്ത്? നോക്കാം നമുക്ക്. വൈ എന്ന് പറയുന്നത് Cas9 എൻസൈമാണ്. എന്താണ് വൈ? Cas9 എൻസൈമാണ് വൈ. ഇത് GRNA കണ്ടെത്തിയ DNA ഭാഗത്തെ മുറിക്കുന്നു. ഗൈഡ് RNA കണ്ടെത്തിയ DNA ഭാഗത്തിന് എന്ത് ചെയ്യുന്നു? Cas9 എൻസൈം മുറിച്ചു മാറ്റുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് 15ാമത്തെ ചോദ്യം. ഒന്നുകൂടെ പറയാം. ഏത് സാങ്കേതിക വിദ്യയാണ്? ക്രിസ്പർ സാങ്കേതിക വിദ്യ. എക്സ് എന്ന് സൂചിപ്പിച്ച ഭാഗം ഗൈഡ് RNA. ഇത് ലക്ഷ്യഭാഗം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. വൈ എന്ന് സൂചിപ്പിച്ച ഭാഗം എന്ന് പറയുന്നത് Cas9 എൻസൈമാണ്. ഇത് GRNA കണ്ടെത്തിയ DNA ഭാഗത്ത് എന്ത് ചെയ്യുന്നു? മുറിക്കുന്നു. അടുത്ത ചോദ്യം. 16, 17 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ, 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അത് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. 16 എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. 16 എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 16 എ, ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു, ചിത്രം വരയ്ക്കേണ്ടതില്ല. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം നിങ്ങൾ വരയ്ക്കേണ്ട. ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ബ്രെയിനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സെറിബ്രവും മെഡുല ഒബ്ലോങ്കേറ്റും തലാമസും മിഡ് ബ്രെയിൻ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ എന്ന ചോദ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അടയാളപ്പെടുത്തിയതിൽ തെറ്റുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? തിരുത്തണം. നിങ്ങൾക്ക് ആ ചിത്രം നോക്കുമ്പോൾ കാണാം. 3ാമത്തെ ഭാഗം പോൺസ് ആണ്, തലാമസ് അല്ല. 3ാമത്തെ ഭാഗം ഏതാണ്? പോൺസ് ആണ്, എന്തല്ല? തലാമസ് അല്ല. അതുപോലെ 4ാമത്തെ ഭാഗം നോക്കിയേ, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് കൊടുത്ത ഭാഗം, അത് മെഡുല്ലയാണോ? അല്ല. എന്താണത്? സെറിബെല്ലമാണ്. അപ്പം 3 എന്ന ഭാഗം പോൺസ്. ഇതാ ഈ ചിത്രമാണേ നോക്കേണ്ടത്. 3 തലാമസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തലാമസിന് പകരം അവിടെ എന്തെഴുതണം? പോൺസ് എന്ന് എഴുതണം. 4 സെറിബെല്ലം എന്ന് ആണ് ആൻസർ. മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ല, സെറിബെല്ലം. അപ്പം 3 പോൺസ്, 4 സെറിബെല്ലം. ബി ചോദ്യം, തിരുത്തിയ ഭാഗങ്ങളുടെ ധർമ്മം എഴുതുക. ഇപ്പോൾ നമ്മൾ തിരുത്തിയില്ലേ? 3ാമത്തെ തലാമസ് അല്ല, പോൺസ് ആണെന്ന് എഴുതി. 4ാമത്തെ മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ല, സെറിബെല്ലാണെന്ന് എഴുതി. ഇതിലെ ഈ തിരുത്തി എഴുതിയ ഈ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എഴുതണം. നമുക്ക് നോക്കാം. പോൺസിൻ്റെ ധർമ്മം, ഇത് കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കും. പോൺസ് എന്താ ചെയ്യുക? കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കും. അതുപോലെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുക കൂടി ചെയ്യും. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു, ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി? പോൺസിൻ്റെ ഡ്യൂട്ടി. അടുത്ത ആള് സെറിബെല്ലം. സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ആളാണ് സെറിബെല്ലം. ഇനി അടുത്ത ചോദ്യം എന്താ? സി ക്വസ്റ്റ്യൻ എന്താണ്? മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മസ്തിഷ്കം എങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നോക്കാം നമുക്ക്. തലയോട്, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ദ്രവം അഥവാ CSF എന്നിവയാണ് നമ്മുടെ നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിച്ചു വെക്കുന്നത്, മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? തലയോട്, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ദ്രവം എന്നിവ വഴിയാണ് സംരക്ഷണം. കിട്ടിയല്ലോ? അപ്പോൾ 16 എ ക്വസ്റ്റ്യൻ ഈസിയാണ്. ദെൻ 16 ബി ക്വസ്റ്റ്യൻ, അവിടെയും ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. ചിത്രം വരയ്ക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ചിത്രീകരണത്തിൽ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ പിടികിട്ടിയിട്ടുണ്ടാവും. എയും കൊടുത്തിരിക്കുന്നു, ബിയും കൊടുത്തിരിക്കുന്നു. എ, ബി എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക എന്നതാണ് ആദ്യത്തെ ചോദ്യം. എ എന്നത് സെൻട്രൽ കനാല്, ബി എന്നത് സുഷുമ്ന നാഡി. എ സെൻട്രൽ കനാല്, ബി സുഷുമ്ന നാഡി എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ എ സെൻട്രൽ കനാലും ബി സുഷുമ്ന നാഡിയും. അടുത്ത ചോദ്യം, എ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തുള്ള ദ്രാവകം ഏത്? അതിൻ്റെ ധർമ്മങ്ങൾ എന്ത്? ഏതാണ് സെൻട്രൽ കനാലിനകത്തെ ദ്രവം? സെൻട്രൽ കനാലിനകത്തെ ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഇത് കലകൾക്ക് പോഷകവും ഓക്സിജനും നൽകുന്നു. അതുപോലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി.
നമ്മുടെ സുഷുമ്നയ്ക്കകത്തെ സെറിബ്രോസ്പൈനൽ ദ്രവത്തെക്കുറിച്ച്, അതിൻ്റെ ധർമ്മത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു പോയിന്റ് മതി. കുറേ എണ്ണം നമുക്കറിയാം. കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഏതെങ്കിലും ഒരു പോയിന്റ് കൃത്യമായിട്ട് എഴുതുക. സി ക്വസ്റ്റ്യൻ, ബി എന്ന ഭാഗം രൂപപ്പെടുന്നത് എങ്ങനെ? ഇതിൻ്റെ ധർമ്മം എന്ത്? അതായത് ബി എന്നത് എന്താണ്? സുഷുമ്നാ നാഡിയാണ്. എങ്ങനെയാണ് ഈ സുഷുമ്നാ നാഡി രൂപപ്പെടുന്നത്? അതിൻ്റെ ധർമ്മം എന്ത്? ഇതാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ് സുഷുമ്നാ നാഡി ഉണ്ടാകുന്നത്. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും, ഡോർസലും വെൻട്രലും റൂട്ടും ചേർന്നിട്ടാണ് നമ്മുടെ സുഷുമ്നാ നാഡി ഉണ്ടാകുന്നത്. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്ന് സുഷുമ്നാ നാഡി ഉണ്ടാകുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലെത്തിക്കുകയും സുഷുമ്നയിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് ആരാണ്? സുഷുമ്നാ നാഡിയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശത്തെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നതും ആരാണ്? സുഷുമ്നാ നാഡിയാണ് എന്ന് ഓർത്ത് വെക്കുക. കിട്ടിയേ? 16ാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്തത് 17 ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. 3 വ്യക്തികളുടെ FBS, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കാണിക്കുന്ന ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗ്രാഫ് കൃത്യമായിട്ട് നോക്കണേ, അപ്പോഴേ ചോദ്യം കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. പ്രമേഹ രോഗമുള്ള വ്യക്തി ഏത്? ആർക്കാണ് ഇവിടെ പ്രമേഹമുള്ളത്? ഗ്രാഫ് വിശകലനത്തിലൂടെ അതെങ്ങനെ മനസ്സിലാക്കാം? നോക്കിയേ, എ എന്ന ചോദ്യം പ്രമേഹ രോഗമുള്ള വ്യക്തിയെ തിരിച്ചറിയാനാണ്. അതായത് FBS നില കൂടുതൽ കാണിച്ച ആളായിരിക്കും ആര്? പ്രമേഹ രോഗി. അപ്പോൾ വ്യക്തി ബി ആണ് അല്ലേ? ഇത് ഗ്രാഫ് വിശകലനത്തിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 100 mg/dL ആണ്. അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ അളവ് പോയി നോക്കിക്കഴിഞ്ഞാൽ, ഷുഗർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അത് 70 മുതൽ 100 mg/dL ആയിരിക്കണം, അല്ലെങ്കിൽ 100 ml ആയിരിക്കണം. പക്ഷേ ബി എന്ന വ്യക്തിയുടെ FBS 150 mg/dL ആണെന്ന് നമുക്ക് ഗ്രാഫിൽ നിന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ആരെ സെലക്ട് ചെയ്തത്? ബി എന്ന വ്യക്തിയെ സെലക്ട് ചെയ്തത്. അടുത്തത്, ഈ രോഗിക്ക് ടൈപ്പ് 1 പ്രമേഹമാണെന്ന് കൂടുതൽ പരിശോധനയിലൂടെ കണ്ടെത്തി. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ രോഗിക്ക് ടൈപ്പ് 1 പ്രമേഹമാണെന്ന് കൂടുതൽ പരിശോധനയിലൂടെ കണ്ടെത്തി. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഇതിന് കാരണമെന്ത് എന്നാണ് ചോദ്യം. നോക്കുക, എന്താണ് ടൈപ്പ് 1 പ്രമേഹം? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ ഉൽപാദക ശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇല്ലാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. കിട്ടിയേ? ഇനി കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കാൻ കാരണമെന്ത്? കുട്ടികളിലാണെങ്കിൽ പ്രമേഹം ഏത് പ്രമേഹമാണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമത്തിൻ്റെ കുറവ് എന്നിവ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആണല്ലോ? അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമത്തിൻ്റെ കുറവ് എന്നിവ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇനി ഡി ചോദ്യം, പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും 2 പ്രത്യാഘാതങ്ങൾ എഴുതുക. പ്രമേഹ രോഗം നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഹ്യൂജായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറയുന്നത്. റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, ഇൻസുലിൻ പ്രതിരോധം എന്നിവയാണ് പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ. ഇവയെല്ലാം എഴുതണമെന്നില്ല, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, ഇൻസുലിൻ പ്രതിരോധം എന്നിവയാണ് പ്രമേഹ രോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു ചോദ്യപേപ്പർ വന്നാലും ഇനി ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് നിങ്ങളുടെ പഠനം മാറണം. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ആൻസറൊക്കെ എഴുതി നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റ് ബിയും സിയും കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കതുകൂടി വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.